ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ആഴ്ചയിലെ പ്രമോ വിശേഷം ഇട്ടിരുന്നു. അതിൽ സുധീഷിന് വലിയ അപകടമുണ്ടാകുന്ന അല്ലെങ്കിൽ സുധീഷിനെ വലിയൊരു ചതിയിൽ അകപ്പെടുത്തിയ ഒരു ഭാഗമൊക്കെ നമ്മൾ പ്രമോ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ആ ചതിക്കുഴിയിൽ നിന്ന് സുധീഷിനെ രക്ഷിക്കുവാൻ അവർ എത്തുന്നു. ആരാ? സുധീഷിൻ്റെ ചേട്ടനും തൻ്റെ അനിയനായ ഹരീഷും നികേഷുമൊക്കെ എത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിൽ പ്രമോശേഷത്തിൽ പറയുന്നത്. അങ്ങനെ നിധിയുടെ മുൻപിൽ സത്യങ്ങൾ സുഭാഷ് തുറന്നു പറയുകയാണ്. അങ്ങനെ സുധീഷിനെ ചതിച്ചതാണെന്നും നിധിയുമായിട്ട് വേർപിരിയുവാൻ, നിധി സുധീഷിനെ വെറുക്കുവാൻ വേണ്ടി നിധിയുടെ അച്ഛനും ചേട്ടനും കൂടെ ചെയ്ത ഒരു ചതിയാണെന്നും വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഈ ആഴ്ചയിലെ ഫുൾ വിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളത്തെ വിശേഷത്തിൽ പറയുന്നത് അങ്ങനെ സുധീഷ് കള്ളനാണ് എന്ന് നിധിയുടെ ചേട്ടനും അച്ഛനും അമ്മയുമൊക്കെ ആവർത്തിച്ച് നിധിയോട് പറയുകയാണ്. അപ്പോൾ നിധി ഇല്ലമ്മേ, ഒരു കാരണവശാലും സുധീഷ് അങ്ങനെ ചെയ്യില്ല. സുധീഷ് അത്രക്കാരനല്ല. സുധീഷ് മാത്രമല്ല, ആ വീട്ടിലെ ആരും അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ ഏറ്റവും താഴെത്തട്ടിലാണെങ്കിലും മോഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നൊരു ശീലം അവർക്കില്ല. സുഭാഷേട്ടനാണ് അവരെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും അങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുവാൻ കഴിയില്ല, ചതിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിധി എതിർത്ത് നിൽക്കുക തൻ്റെ അമ്മയോടും ചേട്ടനോടും അച്ഛനോടും ഒക്കെ കേട്ടോ. ഈ സമയത്ത് ഇവർക്ക് മനസ്സിലായി നിധിക്ക് അവരെ സുധീഷിൻ്റെ വീട്ടുകാരെയും അത്രത്തോളം വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മാക്സിമം നിധിയെ പറഞ്ഞ് ബോധിപ്പിക്കണം. സുധീഷാണ് ഈ പണം കൊണ്ടുപോയതെന്നും സുധീഷ് ചതിക്കുകയായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും വരുത്തി തീർക്കണം. അതിനുവേണ്ടി സുധീഷിനെ അപായപ്പെടുത്തുവാൻ ഇനി ഒരിക്കലും നിധി കാണാത്ത വിധം അപായപ്പെടുത്തുവാനും അല്ലെങ്കിൽ കൊല ചെയ്യുവാനും അവർ മടിക്കാത്ത ചില സാഹചര്യം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ടോ. അങ്ങനെ നിധിയുടെ അമ്മ നൈസായിട്ട് എന്ന് നിധിയോട് പറയാണ്, നീ വീണ്ടും എന്തിനാണ് അവനെ വിശ്വസിക്കുന്നത്? അവൻ നിന്നെ ചതിച്ചതാണ്. അവൻ അത്രയും പണം കണ്ടപ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇത്രയും പണമൊക്കെ കാണുന്നത്. പിന്നെ അവൻ ഇത്രയും പണം കാണുമ്പോൾ നിന്നെയാണോ ആവശ്യം അതോ പണമാണോ അവനാവശ്യം പണമാണ്. കാരണം അവൻ്റെ അവസ്ഥ അതാണ്. അവൻ ഏറ്റവും താഴെത്തട്ടിലാണ്. അവൻ വെറും ഡ്രൈവറായി അവന് ഇത്രയും പണമൊക്കെ ജീവിത ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും കിട്ടത്തില്ല. അപ്പം പിന്നെ ഇവൻ അത്രയും സ്വർണവും പണവും ഒക്കെ കണ്ടപ്പോൾ അവൻ നിന്നെ പോലും വെറുത്തതാണ് മോളെ. അതുകൊണ്ട് നീ ഇന്ന് വിശ്വസിക്ക്. എത്രയും വേഗം അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് പണം തിരിച്ചു മേടിക്കുവാനും അവനുമായിട്ടുള്ള അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും മോക്ക് ഏറ്റവും നല്ലത്. അതിന് മോളിൽ ഞങ്ങളോട് കൂടെ നിൽക്കണം, അച്ഛനോടും ചേട്ടനോടൊക്കെ കൂടെ നിൽക്കണം എന്ന് പറയാം. അപ്പം നിധി എതിർത്തുന്നേക്ക് ഇല്ലമ്മേ, സുധീഷിനെ ആദ്യം കണ്ടുപിടിക്കുക. സുധീഷിന് എന്തോ അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ സുധീഷിന് എന്തോ അപകടം സംഭവിച്ചതായിരിക്കും. അല്ലാതെ ഒരു കാരണവശാലും സുധീഷ് അങ്ങനെ ചെയ്യില്ലമ്മേ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു നിധിയെ കാണാട്ടോ. അങ്ങനെ നിധി അവരെല്ലാം മാറി സുധീഷ് കള്ളനാണ്, സുധീഷ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറയുമ്പോഴും ഇല്ല, സുധീഷിന് ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരിക്കാം. അല്ലാതെ സുധീഷ് ഒരു കാരണവശാലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് ആവർത്തിച്ച് നിധിയുടെ അച്ഛനോടും ചേട്ടനോടും അമ്മയോടൊക്കെ പറയുന്നു. മാക്സിമം ഇവർ ഇത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോഴും നിധി എതിർത്തുന്നപ്പോൾ ഒടുവിൽ സുധീഷിനല്ല അരുണ് ദേഷ്യമുണ്ടാകുന്നു, നിധിയോട് ചൂടാകുന്നു. അങ്ങനെ അതിനിടയിൽ നാടകം കളിച്ച് ശാന്തമാക്കുന്ന രാജീവിനെ കാണാം. അതിനോടൊപ്പം തൻ്റെ അമ്മ മയപ്പെടുത്തി നിധിയെ ഈ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുവാൻ നോക്കുന്നു. അവിടെയൊന്നും ഫലം കാണുന്നില്ല. നിധി സുധീഷ് അങ്ങനെ ചെയ്യില്ല, സുധീഷിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, സുധീഷ് മടങ്ങി വരും എന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഭാഗം കാണാം. അതിനിടയിൽ നമ്മൾ കാണാൻ പോകുന്ന ഹരീഷിനെ സുധീഷ് വിളിച്ചറിയിക്കുക. ഇതിനിടയിൽ സുധീഷിനെ വളരെ മൃഗീയമായിട്ട് അവർ ഈ ഗുണ്ടകൾ ആക്രമിക്കുന്നു, ഫോട്ടോ പിടിക്കുന്നു. അതുപോലെ ആ സമയത്തൊക്കെ സുധീഷ് വെല്ലുവിളിക്കുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ എന്നെ അഴിച്ചുവിട്ടിട്ട് എനിക്കിട്ട് അടിക്കട എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ആ ഗുണ്ടകളിൽ ഒരുത്തൻ അല്പം എടുത്തിയാട്ടക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ സുധീഷിനെ അഴിച്ചുവിടുന്നുണ്ട്. അതുപോലെ വായിലെ സ്റ്റിക്കർ പൊളിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുധീഷിന് രക്ഷപ്പെടാൻ മാർഗമില്ല. പക്ഷേങ്കിൽ ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നിലത്ത് വീഴുകയും അങ്ങനെ ഇവർ ആഹാരം കഴിക്കാൻ പോകുന്ന സമയം നോക്കി സുധീഷ് ആ ഫോൺ
വളരെ ആയാസകരമായി അല്ലെങ്കിൽ റിസ്ക് എടുത്ത് അതെടുക്കുകയും എടുത്തതിന് ശേഷം ഹരീഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഹരീഷ്, ഞാൻ വലിയൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. എന്നെ കുറച്ച് അധികം ആളുകൾ ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ട് പോയി ഒരു ഗോഡൌണിൽ ആരുമില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയാം. അങ്ങനെ എവിടെയാണ്? അപ്പോൾ ഇത് കേട്ട പെട്ടെന്ന് ഹരീഷ് ഞെട്ടിപ്പോട്ടോ, എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് എനിക്ക് സ്ഥലം കറക്റ്റ് അറിയത്തില്ല, ഇന്ന റൂട്ടിൽ ഞാൻ നിധിയുടെ അച്ഛൻ കുറച്ച് പണവും തന്നു വിട്ടിരുന്നു, അതുമായിട്ട് ഞാൻ പോയതാണ്. ഈ സമയത്താണ് എന്നെ ഇവർ ആക്രമിച്ചതെന്നും എന്നെ പിടിച്ചുകൊണ്ട് വന്നതെന്നും പറയുക. ഈ സമയത്ത് പെട്ടെന്ന് ഈ ഗുണ്ടകളിൽ ഒരുത്തൻ ഈ ഫോൺ ചെയ്യുന്ന കാണുകയും ഓടി വന്ന് ഫോൺ പിടിച്ചു മേടിച്ചിട്ട് ആരെയാണ് വിളിച്ചതെന്ന് ചോദിച്ച് സുധീഷിനെ മൃഗീയമായി വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. എന്നാൽ സുധീഷ് അവിടെ ആരോടാണ് വിളിച്ച് പറഞ്ഞതെന്നോ ഒന്നും പറയുന്നില്ല. അതുപോലെ അടി കെട്ടിയിട്ടും സുധീഷ് അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷ് തൻ്റെ ചേട്ടനായി സുഭാഷിനെയും അതുപോലെ നികേഷിനെയും വിളിക്കുകയാണ്. ചേട്ടാ, ഇതുപോലെ സുധീഷേട്ടന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, സുധീഷേട്ടനെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നാണ് സുധീഷേട്ടൻ ഇപ്പോൾ വിളിച്ചിരുന്നു, ആരുടെ ഒരു ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു, തന്നെ തട്ടിക്കൊണ്ട് പോയി ഒരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ സുഭാഷ് ഞെട്ടിപ്പോവുകയാണ്. എന്നതാണ് ഈ പറയുന്നത്? സുധീഷിന് എന്ത് അപകടമാണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഹരീഷ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. തനിക്ക് ലഭിച്ച ആ വിവരങ്ങൾ പറയുമ്പോൾ ഇത് തൻ്റെ അച്ഛനായ ഭാസ്കരനും കേൾക്കുകയാണ്. അപ്പം ഭാസ്കരൻ ഇതിനിടയിലേക്ക് കയറി വന്നിട്ട് പറയുകയാണ്, എടാ അത് ചതിയാണ്, അത് ചതിച്ചതാണ്, നിധിയെ എങ്ങനെയെങ്കിലും സുധീഷിൽ നിന്ന് അടർത്തി മാറ്റുവാൻ വേണ്ടി ചെയ്ത ചതിയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിധിയും ഈ ചതിയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ അവനെ കൊണ്ടുപോയി ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയാം. അതുകൊണ്ട് അതുപോലത്തെ ചതി അവർ ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്ന് പറയാം. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാതിരുന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ആദ്യം എന്താ സംഭവിച്ചതെന്നും മനസ്സിലാക്കട്ടെ എന്ന് പറയാണ്. നീയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നു, അവനെ അമ്മാരും കൊണ്ടുപോയി പഞ്ഞിക്കിട്ട് കാണും, അല്ലെങ്കിൽ അവനെ കൊണ്ട് എവിടെയെങ്കിലും കൈയും കാലം തല്ലി ഒളിച്ച് വല്ല കായിലും തള്ളിക്കാണും എന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴൊക്കെ സുഭാഷിനും നികേഷിനും ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതെ പോയിക്കേ, ഞങ്ങളെ കാര്യം നോക്കിക്കണം, സുധീഷന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഇതിനകത്ത് അഭിപ്രായം ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ടോ. അങ്ങനെ സുഭാഷും നികേഷും ഹരീഷും വളരെ ടെൻഷനായി. എന്തായാലും സുധീഷിനെ കണ്ടുപിടിക്കാതെ രക്ഷയില്ല. സുധീഷ് പറഞ്ഞ ആ ഏകദേശ രൂപമനുസരിച്ച് സുധീഷിനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം എന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ ആ രാത്രിയിൽ തന്നെ 2 വാഹനങ്ങളിലായി സുഭാഷും ഹരീഷും നികേഷും കൂടെ യാത്ര തിരിക്കുക കേട്ടോ. അപ്പം വളരെ വെപ്രാളമുണ്ട്. ഈ സമയത്താണ് ഹരീഷിൻ്റെ പെണ്ണ് അല്ലെങ്കിൽ ഹരീഷിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നീതു ഹരീഷിനെ തെരുതെരെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ രാത്രിയിലായതുകൊണ്ട് തന്നെ ഹരീഷുമായിട്ടൊന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഈ സമയത്ത് ഹരീഷ് മര്യാദയ്ക്ക് പറയുന്നുണ്ട്, ഞാനൊരു അത്യാവശ്യ സ്ഥലം വരെ പോവുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുക കേട്ടോ. തൻ്റെ ചേട്ടൻ്റെ ജീവൻ തിരിച്ചെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് നീതുവിൻ്റെ ഈ ഫോൺ കോള് ഹരീഷിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തത് കണ്ടപ്പോൾ ഈ നീതുവിന് ദേഷ്യമുണ്ടാകുകയും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലോ, എന്താണ് കാര്യം എന്നറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും നീതു വിളിക്കുക കേട്ടോ. ഈ സമയത്ത് ഹരീഷ് ഇത് കാണുമ്പോൾ ദേഷ്യമുണ്ടാകുകയും അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിയപ്പം നീതുവിന് വളരെ ടെൻഷനാകുകയും നീതുവിന് ദേഷ്യമുണ്ടാക്കുകയും ചെയ്യുക. അങ്ങനെ നീതു ആ മുറിയിലൂടെ ഈ ഹരീഷ് എന്താണ് അവനൊരു മാറ്റവും ഇല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി നടക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നത് സുധീഷും അതുപോലെ സുഭാഷും നികേഷും ഹരീഷും പോകുന്ന ഈ വഴിയിൽ ഒരു വാഹനം ഹരീഷിൻ്റെ വാഹനത്തിൽ ഇടിക്കുക കേട്ടോ, ഈ ബൈക്കിൽ ഇടിക്കുക. അതിനു മുമ്പ് തന്നെ സംഭവിക്കുന്നത് സുധീഷ് മറ്റാരോ ഫോൺ വിളിച്ച് ഈ വിവരം അറിയിച്ചു എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ ഈ രാജീവിനെയും അരുണിനെയും വിളിച്ച് വിവരം അറിയിക്കുകയാണ്. ഇതുപോലെ ഇവൻ ആരെയോ ഫോൺ വിളിച്ച് എങ്ങനെയോ അവൻ്റെ ഒരു ഫോൺ കിട്ടിയെന്ന് പറയാം. അപ്പോൾ രാജീവും അരുണും ദേഷ്യപ്പെടുന്നുണ്ട്, നീയൊക്കെ എവിടെ നോക്കിയാടാ ഇന്ന് ഒരു കാര്യം ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നിവൃത്തീകരിക്കണ്ടേ, നീയൊക്കെ എന്ത് നോക്കിയാ എന്തിനാണ് ഈ പണം മേടിച്ച് ഈ ജോലി ഏറ്റെടുത്തതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയും അങ്ങനെ എത്രയും വേഗം ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ് സാറേ, ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സമയത്താണ് ഇവൻ ഈ ഫോണെടുത്ത് ആരെയും വിളിച്ചൊന്നും ഒരു വിവരവുമില്ല എന്ന് പറയുകയാണ്. പെട്ടെന്ന് ഈ സമയത്ത് രാജീവൻ പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം അവനെ ആ സ്ഥലത്ത് നിന്ന് ആ സ്പോട്ടിൽ നിന്ന് മാറ്റാൻ അവൻ എവിടെയാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം പൊളിയും, അവൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ പറയുകയും അങ്ങനെ സുധീഷിനെ ആ താവളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ
ഗോഡൗൺ മാറ്റുക എന്നൊരു ഭാഗമാണ്. അങ്ങനെ സുധീഷുമായിട്ട് വേറൊരു ഒളിസങ്കേതത്തിലേക്ക് വായിക്ക സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് പോകുന്ന സമയത്താണ് ഹരീഷിൻ്റെ വാഹനത്തിൽ ഈ ഗുണ്ടകളുടെ വാഹനം ഇടിക്കുന്നുണ്ടോ. അങ്ങനെ ഹരീഷ് പെട്ടെന്ന് നിലത്ത് വീഴുകയും ഈ സമയത്ത് ഇത് കണ്ട് ദേഷ്യപ്പെട്ട് സുഭാഷ് ഈ വാഹനം തട്ടിയവരെ ചീത്ത വിളിക്കുകയല്ല എവിടെ നോക്കിയാടാ പോകുന്നതെന്ന് ചോദിച്ച് ഒച്ചപ്പാട് വെക്കുന്ന സമയത്ത് ഈ സുധീഷിനെ കൊണ്ടുപോകുന്ന വാഹനം അവിടെ നിർത്തുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. ഈ സമയത്ത് സുധീഷ് വാഹനത്തിൽ നിർത്താൻ അനിയന്മാരെയും ചേട്ടനെയും കാണുന്ന ഒരു കാഴ്ച നാളത്തെ എപ്പിസോഡുണ്ട്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.